Zone plate. Zone plates. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോൺ പ്ലേറ്റ്സിനെ പറ്റിയാണ്. എ സോൺ പ്ലേറ്റ് ഇസ് എ സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലേറ്റ് ഹാവിംഗ് ഓൾട്ടർനേറ്റ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഒപ്പാക് സോൺസ്. സോൺ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലായിട്ട് നിർമ്മിച്ച് പ്രത്യേകതരം നിർമ്മിച്ചൊരു പ്ലേറ്റാണ്. അതിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ട്രാൻസ്പെറൻറ്റും ഒപ്പാക് ആയിട്ടുള്ള സോൺസ് ആണ് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ സോൺ പ്ലേറ്റ്സിനെ പറ്റിയിട്ട്, ഹാഫ് വേവ് സോൺ പ്ലേറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ അതേപോലുള്ളൊരു പ്രത്യേക തരം പ്ലേറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോൺ പ്ലേറ്റ്സിനെ പറ്റി ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും അതേപോലെ തന്നെ ബ്രൈറ്റും അഥവാ ട്രാൻസ്പെറൻറ്റും ഒപ്പാക്കുമായിട്ടുള്ള റീജിയൻസുള്ള പ്ലേറ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി രണ്ട് ടൈപ്പായിട്ടാണ് ഉള്ളത്. പോസിറ്റീവ് സോൺ പ്ലേറ്റും ഉണ്ട്, നെഗറ്റീവ് സോൺ പ്ലേറ്റും ഉണ്ട്. പോസിറ്റീവ് സോൺ പ്ലേറ്റിൻ്റെ ഭാഗത്ത് ഓഡ് നമ്പർ ഓഫ് സോൺസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. പകരം ഈവൺ നമ്പർ ഓഫ് സോൺസ് എന്ന് പറയുന്നത് ഒപ്പാക്ക് ആയിരിക്കും. ഒപ്പാക്ക് പോർഷൻ ലൈറ്റിനെ കട്ട് ചെയ്യും, ലൈറ്റിനെ കടത്തി വിടില്ല. ട്രാൻസ്പെറൻറ്റ് മാത്രമാണ് ലൈറ്റിനെ കടത്തി വിടുന്നത്. പകരം നെഗറ്റീവ് സോൺ പ്ലേറ്റ് ആണെങ്കിലോ, നെഗറ്റീവ് സോൺ പ്ലേറ്റിൻ്റെ ഭാഗത്ത് ഈവൺ നമ്പർ ആയിരിക്കും ട്രാൻസ്പെറൻറ്റ്. ഈവൺ നമ്പർ ഓഫ് സോൺസ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ഓഡ് നമ്പർ ഓഫ് സോൺസ് ഒപ്പാക്ക് ആയിരിക്കും. ഒപ്പാക്ക് റീജിയൻ ലൈറ്റിനെ കടത്തി വിടില്ല, ട്രാൻസ്പെറൻറ്റ് റീജിയൻ മാത്രമാണ് ലൈറ്റിനെ കടത്തി വിടുന്നത്. സോ നമുക്ക് സോൺ പ്ലേറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് സോൺ പ്ലേറ്റിൻ്റെ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് R=R1 + R3 + R5 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? R=((R2 + R4 + R6) എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കേസിലും അതേപോലെ തന്നെ പോസിറ്റീവ് സോൺ പ്ലേറ്റിൻ്റെ കേസിലും റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷനിലും ഇതുപോലെ തന്നെ വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. കാരണം ഓഡ് നമ്പർ ഓഫ് സോൺസ് ആണ് ട്രാൻസ്പെറൻറ്റ് പോസിറ്റീവിൻ്റെ കേസിൽ, ഈവൺ നമ്പർ ഓഫ് ആയിരിക്കും ട്രാൻസ്പെറൻറ്റ് ഇൻ കേസ് ഓഫ് നെഗറ്റീവ് പ്ലേറ്റ്സിൽ. അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം കാണപ്പെടുന്നത്. ഈ സോൺ പ്ലേറ്റിൻ്റെ പിന്നിലുള്ള തിയറി, അതിനെപ്പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോൺ പ്ലേറ്റിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന തിയറിനെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റിനെ കൺസിഡർ ചെയ്യാം. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എസ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റാണ് വരുന്നത്. അതിൻ്റെ വേവ് ലെങ്ത് നമ്മൾ ലാംഡ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതുപോലെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇനി ഇവിടെ എസ് പി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം നമ്മളുടെ സോൺ പ്ലേറ്റിൻ്റെ ആക്സിസിന് അലോങ് ആയിട്ട്. ഓക്കെ, എസ് എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ലൈറ്റ് വരുന്നത്. പിയിലെത്തുന്ന റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ R1, R2, R3 എക്സെട്ര Rn വരെ ഡിഫറെൻറ്റ് സോൺ പ്ലേറ്റ്സിൻ്റെ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ ഫിഗർ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? SO + OP എന്ന് പറയുന്നതിനെ A + B എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. O മുതൽ S വരെയുള്ള ഡിസ്റ്റൻസ് Aയും O മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് B യു ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദെർഫോർ SM1 + M1P എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും? A + B + λ/2 എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. കാരണം നമ്മൾ രണ്ട് സോൺ പ്ലേറ്റുകൾ തമ്മിൽ λ/2ൻ്റെ പാത്ത് ഡിഫറൻസ് ഉണ്ടാവുന്നുള്ളത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ. ഓക്കെ, സോ സിമിലർലി അടുത്ത കേസിൽ SM2 + M2P എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ A + B + 2 × λ/2/3. സിമിലർലി SMN + MNP എന്ന് പറയുന്നതിനെ A + B n × λ/2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ജനറലായിട്ട് എങ്ങനെ പറയാൻ പറ്റും? SMN എന്ന് പറയുന്ന ടേമിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? √SO² + OMN² എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക നമ്മളുടെ പൈത്തഗോറസ് തിയറം പ്രകാരം. ദാറ്റ് ഈസ് SMN = √A² + RN². അല്ലെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? MNP = PO² + OMN² (1/2) എന്ന ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതാ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും പറഞ്ഞോളൂ. അപ്പുറത്തെ സൈഡിൽ ഈ Pൻ്റെ ഭാഗത്തുള്ളത് MNP എന്ന് പറയുന്നത് √PO² +
അതേപോലെ തന്നെ OMN² ആണ്. സോ അതിൽ നിന്ന് തന്നെ ഇതേപോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം NMN P = √B² + RN² എന്ന് കിട്ടി. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ്റെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റും. A² + RN² (1/2) + B² + RN² (1/2) എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു A + B + n⁴/2 എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്ത് നമ്മുടെ 12th 13th ഇക്വേഷൻ 11th ഇക്വേഷൻ്റെ ടേംസിൽ എഴുതിയതാണ്. ഇതിനെ A + B² ഫോമിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് കോമൺ ആയിട്ട് വരുന്ന എനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? A × 1 + RN² / A² (1/2) പ്ലസ് B കോമൺ ആയി പുറത്തേക്ക് വരുമ്പോൾ B × 1 + RN² / B² (1/2) ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ A + B + n⁴/2 എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ഓർ നമുക്കിതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? A × 1 + RN² / 2A² B × 1 + RN² / 2B² എന്ന് പറഞ്ഞിട്ട് എഴുതാൻ സാധിക്കും. ഇവിടെ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഹയർ ഓർഡർ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ ഫോമിൽ എഴുതിയത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. റൈറ്റ് സൈഡ് ആസ് യൂഷ്വൽ മാറ്റമൊന്നുമില്ല, A + B + n⁴/2 എന്ന് പറഞ്ഞ ഫോമിൽ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, സോ നമുക്കിതിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇനി ബ്രാക്കറ്റിനുള്ളിലേക്ക് ടേംസ് എടുക്കുമ്പോൾ A + RN² / 2A + B + RN² / 2B which is equal to A + B + n⁴/2. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? എയും ബിയും രണ്ട് സൈഡിൽ കോമൺ ആണ്. ദെർഫോർ RN² / 2A + RN² / 2B ഈക്വൽ ടു n⁴/2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എല്ലാത്തിലും ഡിനോമിനേറ്ററിൽ 2 കോമൺ ആണ്. സോ 2നെ കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യുക. അതേപോലെ LHSലെ 2ലുള്ള RN² കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. ദെർഫോർ RN² ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1/A + 1/B ഈക്വൽ ടു n⁴ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സ് ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ദെർഫോർ 1/A + 1/B ഈക്വൽ ടു n⁴ / RN² എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമ്മുടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പം A എന്ന് പറയുന്നത് നെഗറ്റീവും B എന്ന് പറയുന്നത് പോസിറ്റീവുമാണ്. സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള നെഗറ്റീവ്, റൈറ്റിലേക്കുള്ളത് പോസിറ്റീവാണ്. ദെർഫോർ നമുക്കിതിനെങ്ങനെ എഴുതാം? 1/B - 1/A ഈക്വൽ ടു 1/RN² / n⁴ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതി. ഇത് ഏകദേശം നമ്മളുടെ ലെൻസ് ഫോർമുലയ്ക്ക് ഈക്വലൻ്റ് ആണ് അല്ലേ? ലെൻസ് ഫോർമുലയിൽ 1/V - 1/U = 1/F ആണ്. അതായത് എഫിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ആരുള്ളത്? RN² / n⁴ എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? 1/F = 1/RN² / n⁴, അല്ലെങ്കിൽ F = RN² / n⁴ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. സോ നമുക്കിത് ഫോക്കൽ ലെങ്ത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ F ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദി സോൺ പ്ലേറ്റ്. ഓക്കെ, ഒരു സോൺ പ്ലേറ്റിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ ടേമിൽ ഈ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കൺവെർജിങ് ലെൻസിന് ഈക്വലൻ്റ് ആണ്. സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കൺവെർജിങ് ലെൻസിന് ഈക്വലൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഹാഫ് പീരീഡ് സോൺസ് ഉള്ള ഒരു കൺവെർജിങ് ലെൻസിന് ഈക്വലൻ്റ് ആണ് എന്ത്? നമ്മളുടെ സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ സോൺ പ്ലേറ്റിനെ ഒരു കോൺവെക്സ് ലെൻസുമായിട്ട് അഥവാ കൺവെർജിങ് ലെൻസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ രണ്ട് പേരും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്, നമുക്ക് 4 സിമിലാരിറ്റീസ് ആണ് ഇവർ തമ്മിലുള്ളത്. ഓക്കെ, 4 സിമിലാരിറ്റീസ് ആണ് ഇവർ തമ്മിൽ. ഒന്നാമത്തത്, ഫോക്കൽ ലെങ്ത് ഓഫ് സോൺ പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേവ് ലെങ്ത് ആൻഡ് ഹെൻസ് ബോത്ത് ഷോസ് ക്രോമാറ്റിക് അബ്രേഷൻ. ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലെൻസിലേക്ക് അഥവാ നമ്മളുടെ സോൺ പ്ലേറ്റിലേക്ക് പാരലായി വരുന്ന ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ എല്ലാ കളറിനെയും ഒരു പോയിന്റിലേക്ക്, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുള്ള ഡിഫറെൻറ്റ് കളേഴ്സിനെയും ഒരു പോയിന്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഇന്നബിലിറ്റിനെയാണ് നമ്മൾ ക്രോമാറ്റിക് അബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതിനെ കൊണ്ട്
ഇപ്പം റെഡ് കളറിലുള്ള ലൈറ്റും വയലറ്റ് കളറിലുള്ള ലൈറ്റും ഒരേ പോയിന്റിൽ തന്നെ വന്ന് കൺവേർജ് ചെയ്യൂല. ഈ ഒരു ഡ്രോബാക്ക് ലിമിറ്റേഷൻ രണ്ട് പേർക്കുണ്ട്. നമ്മളുടെ സോൺ പ്ലേറ്റിനും ഉണ്ട്, അതേപോലെ തന്നെ കോൺവെക്സ് ലെൻസിനും ഉണ്ട്. ഇനി മറ്റൊന്ന്, ഫോർമുല കണക്റ്റിംഗ് കോൺജുഗേറ്റ് ഡിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് സോൺ പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ് ആർ സിമിലർ. അതായത് രണ്ട് പേരുടെയും ലെൻസ് ഫോർമുല എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്. ലെൻസിൻ്റെ കേസിൽ 1/f is equal to 1/v minus 1/u ആണ്. അതേപോലെ തന്നെ സോൺ പ്ലേറ്റിൻ്റെ കേസിൽ 1/f is equal to 1/b minus 1/a ആണ്. വേർ f equal to rn square divided by n lambda ആണ്. ഇത് രണ്ട് പേർക്കും കോമൺ ആണ്. അതേപോലെ തന്നെ സോൺ പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ് ബോത്ത് ഫോംസ് റിയൽ ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് രണ്ട് പേരും റിയൽ ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, രണ്ട് പേരുടെ കേസിലും റിയൽ ഇമേജ് കിട്ടുന്നത് ഓപ്പോസിറ്റ് സൈഡ്, ഒബ്ജക്റ്റ് വെക്കുന്ന സൈഡിലല്ല, മറ്റേ സൈഡിലാണ്. ദ ഫോർമുല ഫോർ ലീനിയർ മാഗ്നിഫിക്കേഷൻ ഫോർ എ സോൺ പ്ലേറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ലെൻസ്. നമ്മൾ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ അറിയാം, HI/HO അല്ലെങ്കിൽ V/U. ഇതേ ഇക്വേഷൻ തന്നെയാണ് രണ്ട് പേർക്കും, ലെൻസ് ആണെങ്കിലും ശരി സോൺ പ്ലേറ്റ് ആണെങ്കിലും ശരി. ഇതൊക്കെയാണ് ഇവരുടെ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഡിസിമിലാരിറ്റീസ്. ദ സോൺ പ്ലേറ്റ് unlike convex lens has multiple foci but convex lens has only one. കോൺവെക്സ് ലെൻസിന് ഒരേ ഒരു ഫോക്കൽ ലെങ്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ സോൺ പ്ലേറ്റിന് അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ ഫോക്കസ് ഉണ്ടാവും, ഫോക്കൽ പോയിൻ്റ് ഉണ്ടാകും. അതാണ് ഒരു ഡിഫറൻസ്. രണ്ടാമത്തത്, ഫോർ എ കോൺവെക്സ് all the ray reaching the image point have the same optical path, while in case of a sound plate the path difference between the waves reaching the image point from two successive transparent sources is lambda. അതായത് നമ്മുടെ ലെൻസിൻ്റെ കേസിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എപ്പോഴും ഒരു പർട്ടിക്കുലർ പോയിന്റിലാണെങ്കിൽ അവിടെ എത്തുന്ന എല്ലാ ലൈറ്റിൻ്റെയും ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ അതിന് പകരം സോൺ പ്ലേറ്റിൻ്റെ കേസിൽ പാത്ത് ഡിഫറൻസ് കാണപ്പെടാറുണ്ട്, ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൽ ചേഞ്ച് കാണപ്പെടാറുണ്ട്. അതാണ് ഒരു ഡിഫറൻസ്. ഇനി മറ്റൊന്ന്, ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ സോൺ പ്ലേറ്റ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഫൗണ്ട് ബൈ ദ ലെൻസ്. ലെൻസ് കാരണം കിട്ടുന്ന ഇമേജിനെക്കാട്ടും ഇൻറ്റൻസിറ്റി വളരെ കുറവുള്ളതാണ് സോൺ പ്ലേറ്റ് കാരണം കിട്ടുന്നത്. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ്. സോ 4 സിമിലാരിറ്റീസും 3 ഡിസിമിലാരിറ്റീസുമാണ് നമ്മളുടെ സോൺ പ്ലേറ്റിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും ഭാഗത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫേസ് റിവേഴ്സൽ ഓർ സോൺ പ്ലേറ്റ്. ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ്. If the alternate zones of a sound plate instead of being blocked are coated with thin film of some transparent material such that it is introduced an additional path difference of λ/2 between the waves emanating from successive zones. Hence amplitude from successive zone will add each other. Thus the intensity of the image would be 4-fold. Such a sound plate is called phase reversal sound plate. ഒരു സോൺ പ്ലേറ്റിൻ്റെ ഒപ്പേക്ക് ആയിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ ഒരു തിന്നായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്യുകയാണ്, ഒരു തിൻ ഫിലിം വെച്ച് കോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വന്ന് ലൈറ്റ് തട്ടുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്ന ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി ഉള്ള ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഏകദേശം 4 ഇരട്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റൻസിറ്റി 4-fold എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സോൺ പ്ലേറ്റിനെയാണ് നമ്മൾ ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സോൺ പ്ലേറ്റിനെയാണ് നമ്മൾ ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് 6th സോൺ ഇൻ എ സോൺ പ്ലേറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 cm ഫ്രം എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് λ 6000 ആങ്സ്ട്രോം. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 10 cm ആണ്. അതിന് മീറ്ററിലേക്ക് മാറ്റുമ്പം 10 × 10⁻² മീറ്റർ. λ 6000 ആങ്സ്ട്രോം ആണ്. മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 6000 × 10⁻10 മീറ്റർ. നമ്മളുടെ ഇക്വേഷൻ F is equal to Rn square divided by n lambda, അല്ലെങ്കിൽ Rn is equal to √n(f) lambda എന്ന് വരും. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞ 6th സോണാണ്, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 6 ആണ്. ഓക്കെ, പിന്നെ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം 10 × 10⁻². അതേപോലെ വേവ് ലെങ്ത് λ 6000 × 10⁻10 ആണ്. സോ ഇത് നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ
റേഡിയസ് എന്ന് പറയുന്നത് 6 × 10⁻⁴ മീറ്റർ. ഇതായിരിക്കും നമ്മളുടെ സോൺ പ്ലേറ്റിൻ്റെ റേഡിയസ്. ഫോക്കൽ ലെങ്ത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന 10 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് എന്ന് പറയുന്നത് 6 × 10⁻⁴ മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് സോൺ ഓഫ് ദി സോൺ പ്ലേറ്റ് ഈസ് 0.05 centimeter. If a plane wavefront forms a light of wavelength lambda equal to 5000 angstrom is incident on it. Find the distance of the screen from the sound plate so that light is focused to bright spot. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ റേഡിയസ് തന്നിട്ടുണ്ട് 0.05 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 5 × 10⁻⁻4 എന്ന് എഴുതാം. ഓക്കെ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ × 10⁻²ഉം 0.05നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു × 10⁻²ഉം കൂടി. അങ്ങനെയാണ് 5 × 10⁻4 വരുന്നത്. ഇനി വേവ് ലെങ്ത് 5000 ആങ്സ്ട്രോം ആണ്. സോ 5000 × 10⁻10 മീറ്റർ. അതിന് വേണ്ടി നമുക്ക് 5 × 10⁻7 മീറ്റർ എന്നും എഴുതാം. സീറോസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ F is equal to Rn² divided by n lambda. മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടുക എപ്പോഴാണ്? ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിലാണ്. ദാറ്റ് ഈസ് n = 1. ഫസ്റ്റ് സോൺ പ്ലേറ്റിൻ്റെ കേസിൽ. ഓക്കെ, സോ n = 1 ആണ് ഫസ്റ്റ് സോൺ പ്ലേറ്റിൻ്റെ. സോ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F = Rn² divided by ലാംഡയാണ്. സോ ആറിൻ്റെ വാല്യൂ 5 × 10⁻⁴ ആണ്. എന്നിൻ്റെ വാല്യൂ 1, ലാംഡ 5 × 10⁻7 ചെയ്ത് കഴിഞ്ഞാൽ 0.5 മീറ്റർ കിട്ടും. ഓക്കെ, 0.5 മീറ്റർ ആയിരിക്കും ഫോക്കൽ ലെങ്ത്ത്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് സ്ക്രീനിൽ നിന്ന് ഒരു 50 സെൻറ്റിമീറ്റർ ദൂരെ അഥവാ 0.5 മീറ്റർ ദൂരെ ആയിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം. എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5000 ആങ്സ്ട്രോം placed at a distance of 1.5 meter on the axis of a sound plate of distance 1 centimeter produces the remotest image at a distance of 3 centimeter from the plate. Calculate the number of sounds marked on the plate. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 5000 ആങ്സ്ട്രോം, അതായത് 5000 × 10⁻10 മീറ്റർ. ഓക്കെ, അതിനെ നമുക്ക് വേണമെങ്കിൽ 5 × 10⁻7 മീറ്റർ എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നൊരു കാര്യം, നമ്മളുടെ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് എ തന്നിട്ടുണ്ട് -1.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോൺ പ്ലേറ്റിൻ്റെ ആക്സിസിൽ നിന്ന് തമ്മിലുള്ള ഡിസ്റ്റൻസ് -1.5 മീറ്റർ ആണ്. അതിനെ തന്നെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കിയിട്ട് എടുക്കാം. -3/2 മീറ്റർ എന്ന് എഴുതാം. കാരണം 3/2 ആണല്ലോ 1.5 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് ഇവിടെ 3 മീറ്റർ ആണ്. ബി എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഇനി റേഡിയസിൻ്റെ ഇക്വേഷൻ 0.5 ആണ്. 0.5 × 10⁻2 മീറ്റർ ആണ്. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് 0.5 × 10⁻2 മീറ്റർ. കാരണം റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പകുതിയായിരിക്കും എപ്പോഴും ഡയാമീറ്ററിൻ്റെ പകുതിയായിരിക്കും റേഡിയസ്. ഡയാമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് റേഡിയസ് എടുക്കുമ്പോൾ അതിൻ്റെ പകുതി വരും. ഇനി 1/b - 1/a ഈസ് ഈക്വൽ ടു n ലാംഡ ഡിവൈഡഡ് ബൈ Rn². നമ്മുടെ ലെൻസിലൊക്കെ പഠിച്ച ലെൻസ് ഫോർമുലയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് സോൺ പ്ലേറ്റിൻ്റെ ഇക്വേഷൻ. സോ 1/b - 1/a ഈക്വൽ ടു n ലാംഡ ഡിവൈഡഡ് ബൈ Rn². ദാറ്റ് ഈസ് 1/3 + 2/3 ഈക്വൽ ടു n × 5 × 10⁻7 ഡിവൈഡഡ് ബൈ 0.5 × 10⁻2ൻ്റെ സ്ക്വയർ. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/1 എന്ന് കിട്ടും. 1/1 3/3 ആണ്. ദാറ്റ് ഈസ് 1/1 കിട്ടും. 1 എന്ന് എടുക്കാം. റൈറ്റ് സൈഡ് n × 5 × 10⁻7 ഡിവൈഡഡ് ബൈ 0.5ൻ്റെ സ്ക്വയർ 0.25 ആണ്. -2 പവർ സ്ക്വയർ ചെയ്താൽ -4 വരും. ദെർഫോർ നമുക്ക് 5ൻ്റെ ടേംസിലൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കുമ്പോൾ 1 = n × 10⁻1 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n = 50. സോ എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് സോൺസ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. അത് നമുക്കിതിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സൈസ് ഓഫ് ദി സർക്കുലർ ഓപ്പണിംഗ് ഇൻ ആൻ ഒപ്പാക് സ്ക്രീൻ വിച്ച് വിൽ ട്രാൻസ്മിറ്റ് 10 Fresnel സോൺസ് ടു എ പോയിൻറ്റ് 1 meter away.
ലാംഡ ഈക്വൽ ടു 6000 ആങ്സ്ട്രം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഓക്കെ, റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഈ സോൺ പ്ലേറ്റും നമ്മൾ ലൈറ്റ് ഇമേജ് കിട്ടുന്ന തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആസ് യൂഷ്വൽ തിയറി പഠിച്ച പോലെ ബി ആക്കി എടുക്കുക. ഓപ്പണിങ്ങിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് ഒരു λ/2 പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. 10ാമത്തെ സോൺ ആയതിനെ കൊണ്ട് 10 ടൈംസ് ഓഫ് λ/2 ആണ്. സോ നമുക്ക് ബി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ 1 മീറ്റർ ആക്കിയിട്ട് എടുക്കുക. വേവ് ലെങ്ത് 6000 ആങ്സ്ട്രം ആണ്. ഇൻറ്റു 10⁻⁻10 ചെയ്തിട്ട് മീറ്ററിലേക്ക് ആക്കുക, അല്ലെങ്കിൽ 6 × 10⁻⁻7 മീറ്റർ. ഇനി ഫിഗർ പ്രകാരം നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിലോ എന്ത് ചെയ്യാം? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓർ നമുക്ക് എന്ത് പറയാം? ബി പ്ലസ് 10 λ/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അത് നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബി സ്ക്വയർ പ്ലസ് 10 ബി ലാംഡ പ്ലസ് 25 ലാംഡ സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു 10 ബി ലാംഡ പ്ലസ് 25 ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, റീഅറേഞ്ച് ചെയ്താൽ റേഡിയസ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 10 ബി ലാംഡ. ഓക്കെ, റേഡിയസ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 10 ബി ലാംഡ എന്ന് കിട്ടും. ബിൻ്റെയും ലാംഡേൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 10 × 1 × 6 × 10⁻⁻7. നമ്മൾ വാല്യൂ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 10⁻⁻3 × 6 എന്ന് കിട്ടും. അതായത് റേഡിയസ് ഇസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് 2.5 × 10⁻⁻3 മീറ്റർ. അതിൻ്റെ അടുത്തായിരിക്കും നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സോൺ പ്ലേറ്റ് വിത്ത് റേഡിയസ് Rn ഈക്വൽ ടു 0.1 × √n സെൻറ്റിമീറ്റർ, ലാംഡ ഈക്വൽ ടു 5 × 10⁻⁵ സെൻറ്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ പൊസിഷൻ ഓഫ് വേരിയസ് ഫോക്കൈ. ഡിഫറെൻറ്റ് ഫോക്കൈൻ്റെ ഇക്വേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്ന കാര്യം വേവ് ലെങ്ത് 5 × 10⁻⁵ സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ റേഡിയസ് 0.1 × √n ആണ്, അത്രയും സെൻറ്റിമീറ്റർ. സോ നമുക്ക് ഓരോന്നിൻ്റെ കേസിൽ നോക്കാം. ഫസ്റ്റ് ഇമേജ് കിട്ടണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കണം. ഇക്വേഷൻ F ഈക്വൽ ടു Rn² n λ ആണ്, സോണൽ പ്ലേറ്റിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ. സോ പ്രൈമറി ഇമേജ് ഫോം ചെയ്യാൻ n 1 ആക്കി എടുക്കുക. ദെർഫോർ F1 ഈക്വൽ ടു R1² ഡിവൈഡഡ് ബൈ ലാംഡ. വാല്യൂ കൊടുക്കുമ്പോൾ 10⁻⁻2 ഡിവൈഡഡ് ബൈ 5 × 10⁻⁻5. വാല്യൂ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 200 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ അടുത്ത കേസിലോ ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തേർഡിലാണ് ഇമേജ് കിട്ടുക. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ടാണല്ലോ ഇമേജ് ഉണ്ടാവുക, ട്രാൻസ്പെറൻറ്റ് ഒപ്പേക്ക് സീൻസ് ഉണ്ടാവുന്നത്. സോ സെക്കൻഡറി ഇമേജിൽ n ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അടുത്തതിൻ്റെ കേസിൽ Fn ഈക്വൽ ടു R1² ഡിവൈഡഡ് ബൈ ലാംഡ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ആദ്യം ഉണ്ടാവുന്നതിൻ്റെ 1/3 ടൈംസ്. സോ 200 ഡിവൈഡഡ് ബൈ 3 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത കേസിലോ F3 കാണുന്ന സമയത്ത് 1/5 ആയിരിക്കും. ഇപ്പം കിട്ടിയ വാല്യൂവിനെ 200/5 സെൻറ്റിമീറ്റർ കൊണ്ട് ചെയ്യാം. അങ്ങനെ സിമിലർലി അടുത്തത് ചെയ്യുമ്പോൾ 200/7, 200/9 എക്സെട്ര എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോക്കായി നമുക്ക് എളുപ്പത്തിൽ ഒബ്റ്റെയിൻ ചെയ്യാം.